ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അഭിഷേക ചിന്ത ഇതാണ്: ആത്മാവിലുള്ള ജീവിതം പുതുജീവിതമാണ്. പഴയ ജീവിത മേഖലകളിലേക്ക് നോക്കി സങ്കടപ്പെട്ട് വേദനിച്ച് അസ്വസ്ഥരായി നിൽക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് ദൈവം കാണിച്ചു തരുന്ന പ്രത്യാശയുടെ പുതുവഴിയിലൂടെ നടന്നു നീങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനായി നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം: എങ്ങോട്ട് പോകണമെന്ന് ആത്മാവിച്ഛിക്കുന്നുവോ അങ്ങോട്ട് അവ പോയി ഇടം വലം തിരിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തി കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്നവനല്ല. കഴിഞ്ഞകാല ജീവിതത്തെ, ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുവാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുന്നു, മറിച്ച് നിന്റെ ഇന്നലകളിലേക്ക് നീ നോക്കി നിന്നുകൊണ്ട് കരയേണ്ടവനല്ല, മറിച്ച് ഉന്നതങ്ങളിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മുന്നേറേണ്ട വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും, വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ അഭിഷേകം വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ ഇതേ ദൈവത്തിൻ്റെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അഗസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്: പഴയ അഗസ്റ്റിൻ മരിച്ചു. പഴയ അഗസ്റ്റിൻ മരിച്ചു. ഇന്നലകളിലെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ടവരല്ല നമ്മൾ. ഇന്നലകളെ ദൈവം ഇതാ കഴുകി വിശുദ്ധീകരിച്ച് ഇന്നിൻ്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നയിക്കുമ്പോൾ ഇടം വലം തിരിയാതെ പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ടാകാം, തിന്മയുടെ വഴികളുണ്ടാകാം, തെറ്റായ കൂട്ടുകെട്ടുകളുണ്ടാകാം. ദൈവം നമുക്ക് നൽകുന്ന അവസരമാ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ സ്വീകരിച്ച് പുതുജീവിതത്തിലേക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്നലകളിലേക്ക് വീണ്ടും വീണു പോകാതെ കർത്താവ് കാണിച്ചു തരുന്ന പ്രത്യാശയുടെ വഴിയിലൂടെ പുതുജീവിതത്തിലേക്ക്. സൗൾ മാനസാന്തരപ്പെട്ടപ്പോൾ പൗലോസായി തീർന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുവാനായി സമ്മതപത്രം വാങ്ങിയവൻ ക്രിസ്ത്യാനികളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, അനേകരെ ക്രിസ്തു മതത്തിലേക്ക് അടുപ്പിക്കുന്ന സാക്ഷി ജീവിതത്തിലേക്ക് മാറിയതുപോലെ ഇന്നലകളിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ. എൻ്റെ ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല ഞാൻ, മറിച്ച് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നയിക്കുമ്പോൾ ഇന്നിൻ്റെ അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൈപിടിച്ച് മുന്നേറുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളെ നയിച്ചുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ പതനങ്ങളെ ഓർത്ത് വേദനിച്ച് നിലകൊള്ളുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നലകളെ വിശുദ്ധീകരിച്ച് ഇന്നിൻ്റെ നാളെയുടെ അനുഗ്രഹങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കൃപയാർന്ന ആശീർവാദത്താൽ പുതുജീവിതത്തിലേക്ക്, പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും